Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. കൂടാതെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പോയി, അതുപോലെ തന്നെ താഴത്തോട്ട് വന്ന് ഒരു മൈനസ് ക്ലോസിംഗ് ആണ്. ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് അല്ല നമുക്കിന്ന് കിട്ടിയത്. എന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഹയർ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ഫാള് ആണ് ഇന്ന് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ റിക്കവറായി വന്നതായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ലൈനിൻ്റെ താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത് അത്ര സേഫ് അല്ല. അത് ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിക്കവറി വന്നിട്ടില്ലെങ്കിൽ നിഫ്റ്റി വീണ്ടും നല്ല രീതിയിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ബെയറിഷ് സെറ്റപ്പാണ് ഇപ്പോൾ നോക്കിയാൽ. കാരണം ഈ ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് പോവുമോ, അതോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയിട്ട് ഈ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷായിട്ട് നമുക്ക് നോക്കാം. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റി കുറഞ്ഞ് കിട്ടും. അതല്ല, നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇപ്പോൾ ഉണ്ട് നല്ലൊരു പാറ്റേൺ ആണ് അല്ലേ, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡൗൺ ബോട്ടം ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ റേഞ്ച് റീടെസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു റെഡ് ക്യാൻഡിലെ പോലെ തോന്നി. അതുപോലെ താഴത്തോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നാളെ ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് മിക്കവാറും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായറും 2 ദിവസം അവധി ആയതുകൊണ്ട് കൂടുതൽ ആളുകളും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതല്ല, ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർട്ട്. നോക്കിയിട്ട് നമ്മളെപ്പോഴും ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിലോട്ട് പോയാലാണ് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുവരെയ്ക്കും ഒരു നെഗറ്റീവ് ടു സൈഡ് വേസിലോട്ട് പോകാനാണ് കൂടുതലും സാധ്യത. സ്മോൾ ക്യാപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 108 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നത്. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു റേഞ്ച്, ഒരു ഗ്രീൻ ലൈനിൻ്റെ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി അതൊരു സപ്പോർട്ട് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. പറ്റിയില്ല. വീണ്ടും വരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈന്. അപ്പോൾ അതിലേക്ക് വരുമോ എന്നറിയില്ല. ആ റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് നമുക്ക് കണക്ക് കൂട്ടാം. ഏകദേശം ഈ ഒരു റേഞ്ച്, ഈ ഒരു ട്രെൻഡ് ലൈനും കൂടാണ്ട് താഴത്ത് വരഞ്ഞ ആ ഒരു റേഞ്ച് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സപ്പോർട്ടായിട്ട് സ്മോൾ ക്യാപ്പിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറേ ഒരുപാട് ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്, മനസ്സിലാവുമോ എന്നറിയില്ല. കാരണം എനിക്കും ഒരുപാട് ചാർട്ടിൽ കുറേ കണ്ട ഈ ഇൻഡിക്കേറ്റേഴ്സും അങ്ങനത്തതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടുതലായിട്ടും ട്രെൻഡ് ലൈനും മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ടാണ് വരയാറ്. അപ്പോൾ ഇന്നലെയൊക്കെ വരഞ്ഞത് കാരണമാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ റേഞ്ച് മാത്രം നോക്കിയാൽ മതി. ഈ 2 ബ്ലാക്ക് ലൈൻ താഴെ വരുന്ന ബ്ലാക്ക് ലൈൻ ആയിരിക്കും അടുത്ത സപ്പോർട്ട് എന്നുള്ളത് നോക്കിയിട്ട് സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യുക. സ്മോൾ ക്യാപ്പിൽ ഞാനൊരു ബുള്ളിഷ് ആയിട്ടൊരു മൊമെൻറ്റും കാണുന്നത് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിൽ സ്മോൾ ക്യാപ്പ് പോയാലാണ്. അതുവരെയ്ക്കും ഞാനും നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ബെയറിഷ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. കൂടാതെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സ്റ്റോക്കായിരുന്നു, സ്റ്റോക്കിൻ്റെ പേര് സൺഫാർമ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, സാരില്ല. നമുക്ക് അതാ ഈ ഒരു സ്റ്റോക്ക് ബാൽരാംചി എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ്. പക്ഷേ സ്റ്റോക്ക് ഇന്ന് അധികം വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. മിക്കവാറും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യത. നമ്മൾ പറഞ്ഞ റേഞ്ചിലോട്ട് വന്നിട്ടില്ല. നമ്മൾ ആ പറഞ്ഞ ഗ്രീൻ ലൈനാണ്. ആ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇതുവരെ എൻട്രി ആയിട്ടില്ല. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്കാണ്. ഒരു സ്റ്റോക്ക് 451 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടിനടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് വീക്ക്ലി ചാർട്ട് എടുക്കുമ്പോഴായിരിക്കും നമുക്ക്, കാരണം മൊബൈലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരു ട്രിപ്പിൽ തന്നെയാണ് വീഡിയോ തീർക്കാനുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. നെറ്റ് ചെറുതായിട്ട് സ്ലോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് കഴിഞ്ഞ ഒരു വീക്കിലി ക്യാൻഡിലും അതുപോലെ തന്നെ വീക്കിലി വോളിയും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രെങ്ത് ഉള്ളൊരു വോളിയും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് എടുത്ത് ചെറുതായിട്ട് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കിതിലേക്ക് ഒരു എൻട്രി വരുന്നത്. ഞാൻ ഈ ലൈന് ലേറ്റ് കളയാം.
ഉണ്ട്. ഇതൊരു നമുക്ക് പേപ്പർ റൈഡ് ചെയ്ത് പഠിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്ലാക്ക് ലൈന് 459 ആ റേഞ്ച്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കാം. ഒന്നുമില്ലെങ്കിൽ ഈ ക്യാനിന് താഴെ വെച്ചാൽ കുറച്ച് മിഡ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ ക്യാനിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതെല്ലാം ഷോർട്ട് ടൈമിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ചിലോട്ട് വെക്കാം. കാരണം ഫസ്റ്റ് ഒരു സ്റ്റോക്ക് ഒരു 2, 4, 6, 7 ഏകദേശം 2 ആഴ്ചയുടെ അടുത്തോളം സ്റ്റോക്ക് ഈ റേഞ്ചിന് താഴത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ ഒരു 515 ടാർഗറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ലൈൻ, ഈ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ ശനിയാഴ്ചയാണ്. നമുക്ക് സൺഡേ എല്ലാ ആഴ്ചയിലും ഒരു 2-3 സ്റ്റോക്കുകളും മൊത്തത്തിലുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സൺഡേ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈവ് മാർക്കറ്റിൽ വരുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ കൂടുതൽ അതിലാണ് ഷെയർ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകളിൽ ഡൗട്ടുകളോ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആ ടെലിഗ്രാമിലെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.